ഹായ് ഫ്രണ്ട്സ്. ഇപ്പൊ ഏത് വാർത്താ ചാനൽ എടുത്താലും എല്ലായിടത്തെയും ചർച്ചാ വിഷയം ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ അതിന് വലിയ പ്രത്യേകതയൊന്നും ഞാൻ കാണുന്നില്ല. പ്രതിപക്ഷ സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്രവുമായി ധാരണയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്, പല വിധത്തിലും പല മാർഗത്തിലും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. ഒരു ഉദാഹരണം എടുക്കുക. ആന്ധ്രാപ്രദേശ് ഭരണത്തിൽ ഇരുന്നപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ആന്ധ്രയിലെ ഏറ്റവും ജനകീയ നേതാവാണ് ശ്രീമാൻ ജഗൻമോഹൻ റെഡ്ഡി. പക്ഷേ മുഖ്യശത്രുവായ BJPയുമായി ധാരണയിലാണ്. ഒരു രഹസ്യ ധാരണ. രാജ്യസഭയിൽ BJP ബില്ലുകൾ ഗവൺമെന്റ് പാസ്സാക്കുന്നത് ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ പല ബില്ലും പാസ്സാവുകയില്ല. അതിനു പകരമായി അദ്ദേഹത്തിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസ് BJP ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പണ്ടേ അകത്താകേണ്ടതാ. കുറെ കാലം അദ്ദേഹം ജയിലിലായിരുന്നു. പക്ഷേ ആ സപ്പോർട്ട് അവിടെ ഉള്ളിടത്തോളം കാലം തൊടത്തില്ല. അത് തന്നെയാണ് വിഷയം. ഒരു പരസ്പര കൊടുക്കലും വാങ്ങലും അത് തന്നെ കേരളത്തിലും ഉണ്ടാവുന്നില്ലേ സംശയിക്കേണ്ടി വരും. എന്തിന്? ഫയർ ബ്രാൻഡായ AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കാനാകുമെങ്കിൽ, കെജ്രിവാളിനെ മാത്രമോ, മനീഷ് സിസോദിയ, ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത, ഇവരെയൊക്കെ അകത്താക്കാനാകുമെങ്കിൽ പിണറായി അകത്താക്കാനാണോ BJPക്ക് പാട്? എന്തെല്ലാം കേസുകൾ കിടക്കുന്നു. സ്വർണ്ണക്കടത്ത്, മാസപ്പടി വിവാദം, അങ്ങനെ എന്തെല്ലാം. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു പരസ്പര ധാരണയല്ലേ പോകുന്നതെന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പോ നമ്മുടെ PV അൻവർ P ശശിക്കെതിരെ ഉണ്ടാക്കുന്ന ഈ പരാതിയും അതിന്റെ പിന്നാമ്പുറങ്ങളും ഒക്കെ കൂട്ടി വായിച്ചാൽ മറ്റൊരു കാര്യം വ്യക്തമാകും. അൻവർ ലക്ഷ്യമിടുന്നത് P ശശിയൊന്നുമല്ല, സാക്ഷാൽ മുഖ്യനെ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അദ്ദേഹം ഒറ്റയ്ക്കല്ല, മറ്റു പല ബില്ലുണ്ട് താനും. ലോക്സഭാ ഇലക്ഷന് ശേഷം ഗവൺമെന്റിലെ ഒരു ജനകീയ വികാരമുണ്ട്. അത് പാർട്ടി പ്രവർത്തകർ തന്നെ തിരിച്ചറിയുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഒരുപക്ഷെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്ന് പറയുന്നത് ബംഗാളിലെ അവസ്ഥ തന്നെ ആയി തീരും. അതുകൊണ്ട് ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന് പാർട്ടി ഘടകങ്ങളിൽ തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, ആ തയ്യാറെടുപ്പുകൾ, ഒരു ഷാഡോ വാർ, അതൊക്കെയാണ് ഇത്തരം സംഭവ വികാസങ്ങളിലൂടെ കാണുന്നത്. അടുത്ത നിയമസഭ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഒരു നേതൃമാറ്റം പാർട്ടിയിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്, പരസ്യമായിട്ടല്ലെങ്കിൽ പോലും. ഇതൊക്കെയാണെങ്കിലും പിണറായിക്കെതിരെയുള്ള ഒരു നീക്കം അതത്ര എളുപ്പമാവുകയില്ല. കാരണം പാർട്ടിയിലും ഗവൺമെന്റിലും അതിശക്തനാണ് പിണറായി. അദ്ദേഹത്തിന് പകരക്കാരൻ നിലവിൽ മറ്റാരുമില്ല തന്നെ. ഇതൊക്കെ എവിടെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം.